എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്താണ് സ്വപ്നം? ഉറക്കത്തിൽ മനസ്സിലുണ്ടാകുന്ന ചിന്തകളുടെയും ചിത്രങ്ങളുടെയും സംവേദനങ്ങളുടെയും പരമ്പരയാണ് സ്വപ്നം. ഇത് ഉജ്ജ്വലവും യാഥാർത്ഥ്യബോധമുള്ളതും വിചിത്രവും അതുപോലെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതുമാകും. കൂടാതെ വിവിധ വികാരങ്ങളും ഇതിൽ ഉൾപ്പെട്ടേക്കാം. മിക്ക ആളുകളും ഒരു രാത്രിയിൽ ഒന്നിലധികം സ്വപ്നങ്ങൾ കാണാറുണ്ട്. എന്നിരുന്നാലും അവർക്ക് അവയെല്ലാം പിറ്റേ ദിവസം ഓർമ്മിക്കാൻ കഴിയില്ലായിരിക്കും. ഉറക്കത്തിൽ തലച്ചോറ് പ്രവർത്തിക്കുന്നു. ആ സമയത്ത് തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് സ്വപ്നങ്ങളെന്ന് കരുതപ്പെടുന്നു. ഇത് ഓർത്തെടുക്കൽ, വൈരാഗിക നിയന്ത്രണം, ഭാവി ആസൂത്രണം എന്നിവയിൽ പോലും പങ്കുവഹിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യൻ 2 മണിക്കൂർ വരെ സ്വപ്നങ്ങൾ കാണാറുണ്ടെന്നാണ് പഠനം. അതിൽ ഓരോ സ്വപ്നവും ഏകദേശം 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാറുണ്ടത്രേ. എന്നിരുന്നാലും സ്വപ്നം കണ്ടയാൾക്ക് സ്വപ്നം വളരെ ദൈർഘ്യമേറിയതായി തോന്നിയേക്കാം. ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ഭാവനകളോ പ്രവർത്തനങ്ങളോ ആണ് സ്വപ്നങ്ങൾ. ലൈംഗികപരമായ സ്വപ്നങ്ങൾ കാണുന്നത് സർവ്വസാധാരണമാണ്. ചില ലൈംഗിക സ്വപ്നങ്ങൾ ചില സൂചനകൾ നൽകുന്നവയാണ്. ചില ലൈംഗിക സ്വപ്നങ്ങൾ അസ്വസ്ഥമാക്കാറുണ്ട്. ഈ ലൈംഗിക സ്വപ്നം നിങ്ങൾ മാത്രം കാണുന്നതെന്ന് കരുതിയാൽ അത് തെറ്റാണ്. കാരണം പഠനങ്ങൾ പ്രകാരം ലോകത്തിലെ 80% പേരും ഈ ലൈംഗിക സ്വപ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരാണ്. സത്യം പറഞ്ഞാൽ ഒരു ലൈംഗിക സ്വപ്നം ആസ്വാദനവും അതുപോലെ ആവേശകരമായിരിക്കുമെങ്കിലും അത് ചിലപ്പോൾ അസ്വസ്ഥമാക്കുകയോ അതുമല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാകുകയോ ചെയ്തേക്കാം. പ്രത്യേകിച്ച് അപരിചിതരായ ഒരാളുമായോ അല്ലെങ്കിൽ അരുതാത്ത ഒരാളുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി സ്വപ്നം കണ്ടാൽ. എന്തുകൊണ്ടാണ് ലൈംഗികപരമായ സ്വപ്നങ്ങൾ കാണുന്നത്? മനഃശാസ്ത്രത്തിലെ തുടർച്ച സിദ്ധാന്തം അനുസരിച്ച് ലൈംഗിക ബന്ധ സംബന്ധമായത് ഉൾപ്പെടെയുള്ള സ്വപ്നങ്ങളുടെ അർത്ഥം നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന ജീവിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഈ ലൈംഗികപരമായ സ്വപ്നങ്ങൾ നിങ്ങളുടെ ലൈംഗിക ഫാന്റസി, അതായത് ഭ്രമ കൽപ്പനകളെയോ അതുമല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള നിങ്ങളുടെ അതിയായ ആഗ്രഹത്തെയോ പ്രതീകപ്പെടുത്തുന്നു എന്ന് അർത്ഥമാക്കാം. എന്നാൽ ഇത് എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നും ഇല്ല. അതുപോലെ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചാലും ലളിതമാകണമെന്നും ഇല്ല. ലൈംഗികതയെക്കുറിച്ചുള്ള ഇത്തരം സ്വപ്നങ്ങൾ ലൈംഗികേതര ആഗ്രഹത്തെയോ നിറവേറ്റപ്പെടാത്ത ഏതെങ്കിലും ആഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു. സുരക്ഷ, സാമൂഹിക ഇടപെടൽ, ആത്മാഭിമാനം തുടങ്ങിയ നിരവധി മനുഷ്യ ആവശ്യങ്ങളുടെ ഇടയിലും ഇക്കാര്യത്തെ പ്രണയബന്ധത്തിലൂടെ പലരും നിറവേറ്റാറുണ്ട്. ഇക്കാരണത്താൽ പ്രണയപരവും ലൈംഗികപരമായ സ്വപ്നങ്ങളുടെ ഉള്ളടക്കം ഈ മേഖലകളിൽ ഒന്നിൽ നിങ്ങൾക്ക് നിറവേറ്റപ്പെടാത്ത ആവശ്യങ്ങളുണ്ട് എന്നതിന്റെ സൂചനയുമാകാം. ചില സന്ദർഭങ്ങളിൽ ഉറക്കത്തിന്റെ വിധം മാത്രമായിരിക്കും ലൈംഗിക ബന്ധങ്ങൾക്ക് കാരണം. കമിഴ്ന്ന് കിടന്ന് ഉറങ്ങിയാൽ ലൈംഗിക സ്വപ്നങ്ങൾ കാണുവാനുള്ള സാധ്യത ഏറുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ജനനേന്ദ്രിയത്തിൽ ചെലുത്തുന്ന സമ്മർദ്ദം കൊണ്ടാകാം. ഈ ലൈംഗിക സ്വപ്നങ്ങൾ സാധാരണമാണോ? അതെ, ലൈംഗിക സ്വപ്നങ്ങൾ സാധാരണം തന്നെയാണ്. ലൈംഗിക സ്വപ്നങ്ങളിൽ യഥാർത്ഥ ലൈംഗിക ബന്ധമോ അതല്ല എങ്കിൽ ലൈംഗിക സ്വഭാവമുള്ളതോ ആകാം. ഉദാഹരണത്തിന് ലൈംഗികമായ ശൃംഗാരങ്ങൾ നടത്തുന്നതായോ അല്ലെങ്കിൽ ചുംബിക്കുന്നതായോ കണ്ടേക്കാം. സ്വപ്നത്തിൽ മുൻകാമുകനുമായി അല്ലെങ്കിൽ കാമുകയുമായി ബന്ധപ്പെടുന്നത്, സ്വന്തം പങ്കാളിയുമായി ബന്ധപ്പെടുന്നത്, വഞ്ചനാത്മകമായ രീതിയിൽ ബന്ധത്തിലേർപ്പെടുന്നത്, അപരിചിതരുമായി ബന്ധത്തിലേർപ്പെടുക, സുഹൃത്തുക്കളുമായി ബന്ധത്തിലേർപ്പെടുക,
മേലുദ്യോഗസ്ഥ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനുമായി ബന്ധപ്പെടുക, കൂടെ ജോലി ചെയ്യുന്നവരുമായി ബന്ധപ്പെടുക, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുക, സെലിബ്രിറ്റിയുമായി ബന്ധത്തിൽ ഏർപ്പെടുക, ഒന്നിലധികം പേരുമായി ബന്ധത്തിൽ ഏർപ്പെടുക, പൊതുസ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക ബന്ധം നടത്തുക, സ്വയംഭോഗം ചെയ്യുക എന്നിങ്ങനെ പല രീതിയിലും പല വിധത്തിലും പലരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. ചില ലൈംഗിക സ്വപ്നങ്ങൾ ഓർക്കുമ്പോൾ ആനന്ദം ഉളവാക്കുന്നതാകാം. എന്നാൽ ചില ലൈംഗിക സ്വപ്നങ്ങൾ വ്യാകുലപ്പെടുത്താറുമുണ്ട്. കാണുന്ന ഇത്തരം സ്വപ്നങ്ങൾ നടക്കുന്നതോ അത് നടക്കാൻ പോകുന്നതോ എന്ന് പറയാനാവില്ല. അതുപോലെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതോ ആഗ്രഹിക്കാത്തതോ ആയിരിക്കാം. ചില ലൈംഗികപരമായ സ്വപ്നങ്ങളും അതിന്റെ യഥാർത്ഥ ഫലങ്ങളെ പറ്റിയും പറയാം. സ്വപ്നത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായാണ് ബന്ധത്തിൽ ഏർപ്പെടുന്നതായി കണ്ടാൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് ശാരീരികമായും മാനസികമായും ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ദാമ്പത്യ പ്രശ്നമോ വേർപിരിയലോ ഉണ്ടാവില്ല എന്നും. കൂടാതെ സന്താനലബ്ധി എന്ന നിങ്ങളുടെ ആഗ്രഹം വേഗം സഫലമാകും എന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. അടുത്തത്, നിങ്ങൾ പൂർവ്വ കാമുകൻ അല്ലെങ്കിൽ കാമുകയുമായാണ് ബന്ധത്തിൽ ഏർപ്പെടുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ മനസ്സിലാക്കുക, അവർ കാരണമല്ല ഈ ബന്ധം ഏർപ്പെട്ടതെന്നും അവർക്കിപ്പോഴും നിങ്ങളോട് ഉള്ളിൽ പഴയ സ്നേഹം നിലനിൽക്കുന്നു എന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എങ്കിൽ വേഗം വിവാഹം നടക്കുമെന്നും ഈ സ്വപ്നം സൂചന നൽകുന്നു. അതുപോലെ ഒരു ശുഭവാർത്ത കേൾക്കാൻ ഇടയാകുകയോ അതുപോലെ തടസ്സമായിരിക്കുന്ന കാര്യം നടക്കുമെന്നോ ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. ഏറെ ശുഭസൂചകമായ ഒരു സ്വപ്നമാണിത്. അടുത്തത്, ചുംബൻ. സ്വപ്നത്തിൽ നിങ്ങൾ ആരെയെങ്കിലും ചുംബിക്കുന്നതായി കണ്ടാൽ ആരെയാണോ ചുംബിക്കുന്നത് അവർക്ക് നിങ്ങളുടെ എല്ലാ സ്വഭാവവും ഇഷ്ടമാണെന്ന്. അതായത് നിങ്ങളുടെ പോരായ്മകളെ എല്ലാം അവഗണിച്ച് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത്. ഇത് നേരെ തിരിച്ചായാലോ? ആരാണോ നിങ്ങളെ ചുംബിക്കുന്നത് അവർ നിങ്ങളുടെ പ്രശസ്തി ആഗ്രഹിക്കുന്നു. അവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടവും ബഹുമാനവും ആണെന്ന് മനസ്സിലാക്കുക. ചുംബിച്ചത് നിങ്ങളുടെ പങ്കാളിയാണെങ്കിൽ അവരുമായുള്ള പിണക്കങ്ങൾ മാറി നല്ല ദൃഢമായ ദാമ്പത്യ ജീവിതം തുടരുമെന്നതും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. സ്വപ്നത്തിൽ ഇതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ നഗ്നചിത്രങ്ങൾ കാണുന്നതോ രതി വൈകൃതങ്ങൾ കാണുന്നതും ചിലപ്പോൾ സാമൂഹികവും അതുപോലെ ജീവിത സാഹചര്യങ്ങളും കാരണം അടക്കി വെക്കേണ്ടി വന്ന ലൈംഗിക ആവശ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സുരക്ഷയില്ലായ്മ അനുഭവിക്കുമ്പോഴും ലൈംഗികപരമായ സ്വപ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാക്കുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.